ഇവിടെ നമ്മൾ ഡ്രോസോഫില ഡെവലപ്മെന്റ് പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡ്രോസോഫില എന്താണ്, ഡ്രോസോഫിലിനെ എന്തുകൊണ്ടാണ് നമ്മളൊരു മോഡൽ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതിന്റെ ലൈഫ് സൈക്കിൾ എന്തായിരുന്നു, അതുപോലെ തന്നെ ഈ ഒരു ഡ്രോസോഫില ഡെവലപ്മെന്റിൽ ഏതൊക്കെ ജീൻസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ സെക്ഷൻ തുടങ്ങാം. സോ ഈ ഒരു ഡ്രോസോഫില ഡെവലപ്മെന്റ് സീക്വൻഷ്യൽ ഇവന്റ്സ് നോക്കുകയാണെങ്കിൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, പിന്നെ ക്ലീവേജ്, ഗ്യാസ്ട്രുലേഷൻ ആൻഡ് ദെൻ ആക്സിസ് ഫോർമേഷൻ, ആഫ്റ്റർ ദാറ്റ് ബോഡി സെഗ്മെന്റേഷൻ. ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ എന്താണ്, ഫെർട്ടിലൈസേഷന് വേണ്ടി നമ്മുടെ സ്പേം ഈ ഒരു മൈക്രോപൈൽ എന്ന് പറയുന്ന റീജിയൻ വഴിയാണ് ഈ ഒരു ഊസൈറ്റ് അല്ലെങ്കിൽ എഗ്ഗിൻ്റെ ഉള്ളിലേക്ക് വരുന്നത്. അവിടെ വെച്ചിട്ടാണ് ഈ ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പേമും ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ്ഗും ചേർന്ന് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യുന്നത്. സോ ആ ഒരു ഇതാണ് ഫെർട്ടിലൈസേഷൻ പറയുന്നത്. അത് മാത്രമല്ല, സ്റ്റോർഡ് mRNA ബിഗിൻസ് ട്രാൻസ്ലേഷൻ, അതായത് നമ്മുടെ ആൻറ്റിയർ ഭാഗത്തുള്ള ബൈക്കോഡ് mRNAയും അതുപോലെ തന്നെ പോസ്റ്റർ ഭാഗത്തുള്ള നാനോസ് mRNAയും ട്രാൻസ്ലേഷൻ സംഭവിച്ച് പ്രോട്ടീൻസ് ആവാൻ തുടങ്ങുന്ന ഒരു സമയവും കൂടിയാണ് ഈ ഒരു ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ക്ലീവേജ്, അപ്പോൾ സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ക്ലീവേജ് സംഭവിക്കുന്നുണ്ട്. ഈ ഒരു ഡ്രോസോഫിലയുടെ കേസിൽ നടക്കുന്ന ക്ലീവേജ് ആണ് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് അഥവാ സിൻസിഷ്യൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ. The Drosophila embryo undergo a period of extremely rapid nuclear division without cytokinesis to produce the syncytial blastodome. അപ്പോൾ ഈ ഒരു സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡം എന്ന് പറഞ്ഞാൽ ഇവിടെ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്, അതേസമയം സൈറ്റോപ്ലാസം കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും, അത് ഡിവൈഡ് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിരിക്കുള്ളൂ. ന്യൂക്ലിയസ് ആണ് ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഇത് ഡിവൈഡ് ചെയ്ത് ഈ ഒരു പെരിഫറി, ആ ഒരു ഊസൈറ്റിന്റെ പെരിഫറിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് സിൻസിഷ്യൽ ക്ലീവേജ് അല്ലെങ്കിൽ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുന്നത്. സോ ഇത് നോക്കിക്കേ, അങ്ങനെ ഇത് ഊസൈറ്റിൻ്റെ അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് അതിങ്ങനെ പെരിഫറിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തു. സോ അതാണ് സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോം എന്ന് പറയുന്നത്. ഇനി സെല്ലുലാർ ബ്ലാസ്റ്റോഡോം എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യൂക്ലിയസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ സെൽ മെംബ്രെയിൻ ഉണ്ടായിട്ടുണ്ട്. സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോമിൽ അതിന് ചുറ്റും സെൽ മെംബ്രെയിൻ ഉണ്ടായി വരുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടായി അതിനെ ആ ന്യൂക്ലിയസിനെ കവർ ചെയ്ത് വരുന്നതാണ് സെല്ലുലാർ ബ്ലാസ്റ്റോഡോം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആൻറ്റിയർ ആൻഡ് പോസ്റ്റീരിയർ ആക്സിസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ആദ്യമേ തന്നെ മെറ്റേണൽ ജീൻസ് ഓൾറെഡി ഫെർട്ടിലൈസേഷന് മുന്നേ തന്നെ മെറ്റേണൽ ജീൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, 2 maternal mRNA ബൈക്കോഡ് ആൻഡ് നാനോസ് ഹെൽപ്പ് ഇൻ ഫോമിങ് ആൻറ്റിയർ ആൻഡ് പോസ്റ്റീരിയർ. അപ്പോൾ 2 മെറ്റേണൽ mRNA ആണുള്ളത്, ബൈക്കോഡ് ഉണ്ട് അതുപോലെ തന്നെ നാനോസ് ഉണ്ട്. ഇവരാണ് ആൻറ്റിയറും പോസ്റ്റീരിയറും ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ബൈക്കോഡ് mRNA സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്, നെർവ് സെൽസ് ആണ് ബൈക്കോഡ് mRNA സെക്രീറ്റ് ചെയ്യുന്നത്. അതായത് നോക്കിയാൽ ഇതാണ് എഗ് ചേംബർ. സോ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ അതേ കണ്ടു, ഇവിടെ ബൈക്കോഡ് mRNA അതുപോലെ തന്നെ നാനോസ്, ഈ പച്ച കളറിൽ അണ്ടർലൈൻ ചെയ്തേക്കുന്നുണ്ട് നാനോസ് mRNA. അതുപോലെ ആൻറ്റിയർ ഭാഗത്ത് ആൻറ്റിയർ ഫോളിക്കിൾ സെൽസ് ഉണ്ട്, പോസ്റ്റീരിയർ ഭാഗത്ത് പോസ്റ്റീരിയർ ഫോളിക്കിൾ സെൽസ് ഉണ്ട്, പിന്നെ നമുക്ക് നെർവ് സെൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഊസൈറ്റ്. ഓക്കെ, ഇതാണ് നോർമൽ ആയിട്ടുള്ള ഒരു എഗ് ചേംബർ. അവിടെ ബൈക്കോഡ് mRNA ഉണ്ടാവും, നാനോസ് mRNA ഉണ്ട്, നെർവ് സെൽസ് ഉണ്ട്. ഈ ഒരു നെർവ് സെൽസ് ആണ് ഈ ഒരു ബൈക്കോഡ് mRNA സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞ്, അതായത് ഈ ബൈക്കോഡ് mRNAയും നാനോസ് mRNA സിന്തസിസ് നടക്കുന്ന ഭാഗമാണ് ഇത്. അതായത് ബൈക്കോഡ് mRNA ഈ ഒരു ഭാഗത്താണ് സിന്തസിസ് ചെയ്തേക്കുന്നത്, നാനോസ് mRNA ഈ ഒരു ഭാഗത്താണ് സിന്തസിസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇവര് ബൈക്കോഡ് mRNA ആൻറ്റിയർ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും, നമ്മളുടെ നാനോസ് mRNA പോസ്റ്റർ ഭാഗത്ത് മൈഗ്രേറ്റ് ചെയ്യും. പിന്നീട് ഉള്ള ഡെവലപ്മെന്റിൽ ഫുള്ളും ഇവർ അവിടെ തന്നെ ആയിരിക്കും. അതായത് ബൈക്കോഡ് mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈക്കോഡ് പ്രോട്ടീൻ ആയിട്ട് ആൻറ്റിയർ ഭാഗത്ത് തന്നെ കാണും. അതുപോലെ നാനോസ് mRNA ട്രാൻസ്ലേഷൻ സംഭവിച്ച് നാനോസ് പ്രോട്ടീൻസ് ആയിട്ട് പോസ്റ്റർ ഭാഗത്തും കാണും. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നോക്കിക്കേ, അതായത് ഫെർട്ടിലൈസേഷന് മുന്നേ എങ്ങനെയായിരുന്നു, ഫെർട്ടിലൈസേഷന് മുന്നേ ഈ ഒരു ബൈക്കോഡ് mRNA ആൻറ്റിയർ ഭാഗത്തുണ്ട്. ബൈക്കോഡ് mRNA സിന്തസിസ് ചെയ്യുന്നത് പോസ്റ്റർ ഭാഗത്തായിരുന്നെങ്കിലും പിന്നീട് അത് മൈഗ്രേറ്റ് ചെയ്ത് ആൻറ്റിയർ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഫെർട്ടിലൈസേഷന് മുന്നേ നോക്കുമ്പോൾ ആൻറ്റിയർ ഭാഗത്ത്
ബൈക്കോയിഡ് mRNA കൂടുതലും പോസ്റ്റർ ഭാഗത്ത് നാനോസ് mRNA ആയിരുന്നു കൂടുതൽ. അതുകൂടാതെ ഹഞ്ച് ബാക്ക് ആൻഡ് കോഡൽ ഇവര് രണ്ടുപേരും ഈക്വൽ ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത് എപ്പോൾ ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഇനി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ നോക്കിക്കേ, ആൻഡർ ഭാഗത്ത് ബൈക്കോഡ് പ്രോട്ടീൻസ്, ഇപ്പോൾ mRNA ട്രാൻസിഷൻ നടന്ന പ്രോട്ടീൻസ് ആയി. സോ ഈ ഒരു ബൈക്കോഡ് പ്രോട്ടീൻസ് ആൻഡിയർ ഭാഗത്ത് കൂടുതലും പോസ്റ്റർ ഭാഗത്ത് എത്തുമ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അതുപോലെ തന്നെ നാനോസ് പോസ്റ്ററിൽ കൂടുതലും ആൻഡിയർ ഭാഗത്തേക്ക് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ബൈക്കോഡും ഹഞ്ച് ബാക്കും ആണ് ആൻഡിയർ ഭാഗം ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് നാനോസ് ആൻഡ് കോഡലാണ് പോസ്റ്റർ ഭാഗം ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഡ്രോസോഫില. ഡ്രോസോഫിലയ്ക്ക് ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്ന് പറഞ്ഞ 3 പാർട്ടുകളാണ് ഉള്ളത്. അതിൽ ഹെഡും തൊറാക്സ് എന്ന് പറയുന്നത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബൈക്കോയിഡും ഹഞ്ച് ബാക്കും ആണ്. പിന്നെ അബ്ഡോമൻ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് നാനോസും കോഡലുമാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ, ഫസ്റ്റ് ഡ്രോസോഫില ഡെവലപ്മെന്റിൽ ഫസ്റ്റ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എങ്ങനെയാണ്? മൈക്രോപൈൽ വഴി നമ്മളുടെ ഹാപ്ലോയിഡ് സ്പേം വന്ന് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഗോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ക്ലീവേജ് സംഭവിക്കും. ഡ്രോസോഫിലുള്ള ക്ലീവേജ് ആണ് എന്ത്? സിൻസിഷ്യൽ ക്ലീവേജ് എന്ന് പറയും. അതായത് സൈറ്റോപ്ലാസം അവിടെ കോൺസ്റ്റന്റ് ഇരിക്കുകയും ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്ത് പെരിഫറിയിലേക്ക് മൂവ് ചെയ്യും. അതിനോടൊപ്പം തന്നെ അവിടെ പോൾസെൽ ഉണ്ടാവുന്നുണ്ട്. പിന്നെ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോം എന്ന് പറയുമ്പോൾ സിൻസിഷ്യൽ ബ്ലാസ്റ്റോഡോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ന്യൂക്ലിയസ് ഇങ്ങനെ പെരിഫറിയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് സെൽ മെംബ്രെയിൻ അതിനെ കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ട് കവർ ചെയ്യുന്നില്ല. ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുമ്പോഴാണ് അതിനെ സെല്ലുലാർ ബ്ലാസ്റ്റോഡം എന്ന് പറയുന്നത്. പിന്നെ മെറ്റേണൽ ജീൻസ് ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്തത്? അവിടെ അത് 2 തരം മെറ്റേണൽ ജീൻസ് ഉണ്ട്. അതായത് ആൻഡിയർ ഭാഗത്ത് ബൈക്കോയിഡ് mRNA ഉണ്ട്, പോസ്റ്റർ ഭാഗത്ത് നാനോസ് mRNA ഉണ്ട്. ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബൈക്കോയിഡ് പ്രോട്ടീനും അതുപോലെ തന്നെ നാനോസ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഒരു ഫിഗറിൽ എന്താ പറഞ്ഞത്? ഈ ഒരു ഫിഗറിൽ ഫെർട്ടിലൈസേഷന് മുന്നേ ഉള്ള കാര്യമാണ്. അതായത് ആദ്യം തന്നെ ബൈക്കോയിഡ് mRNA സിന്തസൈസ് ചെയ്യുന്നത് ഈ ഒരു പോസ്റ്റർ ഭാഗത്തിന്റെ അടുത്തും നാനോസ് mRNA ആൻഡിയർ ഭാഗത്തിന്റെ അടുത്തായിട്ടാണ് ഇത് സിന്തസൈസ് ചെയ്യുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ അവർ ഉണ്ടായി കഴിഞ്ഞാൽ ബൈക്കോയിഡ് mRNA ആയിക്കഴിഞ്ഞാൽ അവർ ആൻഡിയർ ഭാഗത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നാനോസ് mRNA പോസ്റ്റർ ഭാഗത്തും മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നത്തെ കേസിൽ നമ്മൾ ആ ഒരു ഡിഫറൻസ് ആണ്. അതായത് ഫെർട്ടിലൈസേഷന് മുന്നേ എന്താണ് ഉണ്ടായിരുന്നത്? ഫെർട്ടിലൈസേഷന് മുന്നേ ആൻഡിയർ ഭാഗത്ത് ബൈക്കോയിഡ് mRNA മാത്രമായിരുന്നു, പോസ്റ്റർ ഭാഗത്ത് നാനോസ് mRNA മാത്രമായിരുന്നു. ഹഞ്ച് ബാക്കും കോഡലും എന്താണ്? ഈക്വൽ പ്രപ്പോർഷനിലായിരുന്നു. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു mRNA പ്രോട്ടീൻ ആയിട്ട് ട്രാൻസിഷൻ സംഭവിച്ചിട്ടുണ്ട്. അന്നേരം ആൻഡിയർ ഭാഗത്ത് ബൈക്കോയിഡ് കൂടുതലും പോസ്റ്ററിൽ ബൈക്കോയിഡ് കുറവുമാണ്. നാനോസ് എന്താണ്? പോസ്റ്ററിൽ കൂടുതലും ആൻഡിയറിൽ കുറവുമാണ്. ഹഞ്ച് ബാക്ക് ആൻഡിയറിലും അതുപോലെ തന്നെ കോഡല് പോസ്റ്ററിലായിരുന്നു കൂടുതൽ. സോ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ആൻഡിയർ ഭാഗം ഡിറ്റർമൈൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ബൈക്കോയിഡും ഹഞ്ച് ബാക്കാണ്. പോസ്റ്റർ ഭാഗം നാനോസും കോഡലുമാണ്.